ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഗാർലിക് ചിക്കൻ. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗാർലിക് ചിക്കൻ വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ സോയ സോസാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. അത് വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സവാളയും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ഇതുപോലെ ഓരോ ഇതളായിട്ട് അടർത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കമാണ്. അത് നമുക്ക് ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇനി റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാടങ്ങ് ഫ്രൈ ചെയ്ത് ക്രിസ്പിയാക്കി എടുക്കരുത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട സോസ് റെഡിയാക്കണം. ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ സോസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഓയിൽ നമുക്ക് ആവശ്യമില്ല. ഇതിൽ നിന്ന് അല്പം ഓയിൽ നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക്
പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതൊന്ന് കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലെ സോസും എല്ലാ മസാലയും ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ അല്പം കുറവായിട്ട് തോന്നി. അപ്പോൾ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പം മല്ലിയില ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിക്കായി പോവും. അപ്പോൾ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്